Hello guys, welcome back to my YouTube channel. Hello guys, welcome back to my YouTube channel. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന ഇല്ലിക്കക്കല്ലിലോട്ടാണ്. നമ്മൾ കുറേ 4 പേരായിട്ട് പോകാനാണ് പ്ലാൻ ഇട്ടത്. പിന്നെ നമ്മുടെ ആഷിക്കനൊക്കെ കൃത്യനിഷ്ഠ ഇച്ചിരി കൂടുതലായതുകൊണ്ട് അവന് ഇപ്പം തന്നെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ലാഗാക്കി. എന്നിട്ട് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി ഞാൻ ഇതൊക്കെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവൻ പുറകിന് വന്നോളാമെന്ന് പറഞ്ഞു. ഈ പ്ലാൻ നേരത്തെ ചെയ്തതാണ്, എന്നുവെച്ചാൽ വ്യാഴാഴ്ച പോകാൻ ചെയ്തതാണ്. വ്യാഴാഴ്ച അവൻ 2 മണിക്കൂർ പോസ്റ്റ് ചെയ്തു. പിന്നെ വെള്ളിയാഴ്ച ഒരു മൂടില്ലായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ ഞാൻ അവനെ 6 മണിക്ക് വിളിച്ചതാണ്. അവനിപ്പോൾ 7:53 എൻ്റെ വീട്ടിൽ പോലും എത്തിയിട്ടില്ല. ഞാൻ പതുക്കെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. മിക്കവാറും ഇത് ഒരു സോളോ റൈഡ് പോലെ ആയിരിക്കും. രാവിലെ ചെക്കിങ് ഇറങ്ങുമോ. റൂട്ടും കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ. റൂട്ടൊക്കെ നോക്കി വേണം പോകാൻ. ഞാൻ ആദ്യമായിട്ട് ഇല്ലിക്കക്കല്ലിൽ പോകുന്നത്. ഞങ്ങളുടെ ഇവിടുന്ന് 98 കിലോമീറ്റർ ഉണ്ട്. ആദ്യം 1 മണിക്കൂർ നമ്മൾ 6:30 ആയപ്പോൾ വിളിച്ചിട്ട് 8:14 വന്നിട്ടുണ്ട്. മുന്നേ പോകുന്നുണ്ട്. വന്നിട്ട് പറയും നമുക്ക് കമ്പന്തേരി പോയി ഇല്ലിക്കക്കല്ല് പോകണ്ടാന്ന്. കമ്പന്തേരിയിലൊക്കെ ഇപ്പം ഇറങ്ങിയാൽ അപ്പം ചിലതാണ്. ഞങ്ങളുടെ ഇവിടുന്ന് 150 കിലോമീറ്ററിനടുത്തുണ്ട്. 150-170 കിലോമീറ്ററിനടുത്തുണ്ട്. നേരത്തെ ഇറങ്ങണം. ഇത് തന്നെ 6 മണിക്ക് വിളിച്ചോട്ട് ഇപ്പോഴാണ് വരുന്നത്. അവൻ ഈ കമ്പന്തേരിയോട് പോയി കഴിഞ്ഞാൽ അപ്പം ചെല്ലാനങ്ങ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഓൾറെഡി ലേറ്റായി. നമുക്കിനി ഫുഡൂടെ കഴിച്ചിട്ട് പോകാമെന്ന്. എന്തായാലും ഇനി അവിടെ പോയി കഴിഞ്ഞാൽ എപ്പോൾ ഇറങ്ങാൻ പറ്റുമെന്ന് നമുക്കറിയില്ലല്ലോ. ഫുഡൂടെ കഴിച്ചിട്ട് പോകാം. ഹെൽമെറ്റല്ലേ കുഴപ്പമൊക്കെ ഉണ്ട്. കണ്ടവരൊക്കെ പിടിക്കും. പോലീസുകാരും ചോദിക്കുകയൊക്കെ ചെയ്യും. പിടിക്കണമെങ്കിൽ എല്ലാം പിടിക്കാമല്ലോ. അവരെ കിട്ടിക്കഴിഞ്ഞാൽ തീരുമാനമാവും. ഒരു കമ്പനി വണ്ടിയാ, കളർ മാറ്റിയിരിക്കുക. ഇത് 390, ഡ്യൂക്ക് 390. ഇത് ഡ്യൂക്ക് 390, അത് ഡ്യൂക്ക് 200. ശരിയാ പോവാ. ഈ പ്രായത്തിലും ഈ വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അതർവൈസ് നമുക്കിനി ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ ഉണ്ടേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ റോഡ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് വന്ന റോഡ് ഗൂഗിൾ മാപ്പ് ചതിച്ചതാണോ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ ഭയങ്കര മോശമായിരുന്നു റോഡ്. ഒരു 10-25 കിലോമീറ്ററിൻ്റെ അടുത്ത് ഫുള്ള് കുണ്ടും കുഴിയൊക്കെ ഉള്ള ഒരു ചെറിയ കുഞ്ഞു റോഡില്ലേ, അതുപോലത്തെ റോഡിൽ കൂടെയൊക്കെയാണ് വന്നത്. ഷോർട്ട് കട്ട് വഴിയാണ് ഫുള്ള്. ഗൂഗിൾ മാപ്പ് കാണിച്ച പോലത്തെ ഷോർട്ട് കട്ടായിരുന്നു.
അതുകൊണ്ട് ഇപ്പോഴാണ് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത റോഡൊക്കെ കണ്ടു തുടങ്ങിയത്. പക്ഷെ അവിടെ കഴിക്കാൻ കയറിയപ്പോഴാണ് അവരെയൊക്കെ കണ്ടത് കേട്ടോ. എവിടെ ചെന്നാലും എല്ലാവരും ചോദിക്കുന്ന മെയിനായിട്ടുള്ള കാര്യം ക്യാമറ വെച്ചോണ്ട് പോയി പോലീസ് പിടിക്കില്ലേ, അതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഞാനിപ്പം ഈ ചാനൽ ഉണങ്ങിയിട്ട് കുറച്ച് നാളായേ ഉള്ളൂ. പക്ഷെ എന്നോടിപ്പം ഈ പമ്പിലൊക്കെ ചെല്ലുമ്പോഴാണല്ലോ അവിടുത്തെ ചേട്ടന്മാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും ചോദിക്കുന്ന ഫുള്ള് ഈ കാര്യമാണ്, പോലീസ് പിടിക്കില്ലേ. പിടിക്കാനാണെങ്കിൽ അവർക്ക് എല്ലാം പിടിക്കാം, ഇഷ്ടത്തിന് കാരണമുണ്ട്. എന്നെയൊക്കെ ഞാൻ ഈ വണ്ടിയൊക്കെ എടുത്ത സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എടുത്ത് 2ാമത്തെ ദിവസം. അപ്പോൾ എനിക്ക് ഇത്രയും പവറുള്ള വണ്ടിയല്ലോ, നമ്മളിപ്പോൾ അതിന് കൈ വഴങ്ങാൻ വേണ്ടി ഇച്ചിരി പതുക്കെയൊക്കെ പോകണ്ടേ. അപ്പോൾ ഞാൻ ആ ടൈമിൽ പതുക്കെയായിരുന്നു, നല്ല രീതിയിൽ പതുക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഞങ്ങളുടെ ഏരിയയിട്ട് തന്നെ ഞങ്ങളെ പോലീസ് പിടിച്ചു. എന്നെ പോലീസ് പിടിച്ചിട്ട് വരണം എന്നുവെച്ചാൽ ചെക്കിങ് നിൽക്കുമായിരുന്നു. ഞാൻ പതുക്കെ വന്നേ, അവർക്കൊന്നും കിട്ടിയില്ല എൻ്റെ വണ്ടിയിൽ. അവർ പറഞ്ഞു ഞാൻ രാഷ്ട്രീയമായിരുന്നു എന്നല്ല. ഞാൻ പറഞ്ഞില്ല, അന്ന് ഈ ഗോപുരവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവരെ തെളിയിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ പതുക്കെ ശരിക്കും വന്നത്, അവരും കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഒന്നും കിട്ടാത്തതുകൊണ്ട് രാഷ്ട്രീയവാദം ഇതാന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞ ന്യായം എന്ന് വെച്ചാൽ മറ്റേ അന്ന് ഇപ്പോഴല്ല നമ്പർ പ്ലേറ്റ് നമുക്ക് വെച്ച് തരുന്നത്. നേരത്തെ മറ്റേ മഞ്ഞ പേപ്പർ അതിനകത്തൊക്കെ എഴുതി ഏതാണ്ടൊക്കെ നമ്പറൊക്കെ എഴുതി എല്ലാവരും തരുന്നത്. അതിൻ്റെ പകുതി അത് കാറ്റടിക്കുമ്പോൾ പകുതിയൊക്കെ കയറിപ്പോയായിരുന്നു. അത് വേണം, അതില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു 250 രൂപ മേടിച്ചു. പിന്നെ രാഷ്ട്രീയ അയാളിൻ്റെ അതിൻ്റെയും കുറച്ച് പൈസ മേടിച്ചവന്മാർ. അത് പിന്നെ ഞാൻ പോലീസിന് നിർത്തി കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ എന്നെ അങ്ങനെ ഞാൻ പിന്നെ ചെക്കിങ് അങ്ങനെ ഉള്ള സ്ഥലത്തോടെ പോയിട്ടില്ല. പിന്നെ അത് തന്നെ കൈ കാണിക്കോളം ഞാൻ നിർത്തി കൊടുക്കത്തില്ല. എന്ന് വെച്ചാൽ ഒരു കാര്യമില്ല, ഒരു നിർത്തി കൊടുത്തിട്ട് വണ്ടിക്കെല്ലാം ഓക്കെ ആണേലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വെച്ച് അടിക്കും. വേണേ എറിഞ്ഞിട്ട് തന്നെ. എന്തോ വാഗമണ്ണോ? ഇവനെന്തോ ഇല്ലിക്ക കല്ല് വലിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പം ഇവിടെ എൻട്രി ഇല്ലെന്ന്. പക്ഷെ അവിടെ തീയൊക്കെ കത്തുന്നു കേട്ടോ. പണ്ടൊക്കെ ആരും കാണുന്നുമില്ല. ഇപ്പം ആരും അവിടെ ചോദിച്ചു നോക്കാം. ശരി എന്നാ. ഉണ്ടോ? ഫുള്ള് സീനായി. നമ്മൾ വന്ന് നല്ല സമയത്താണ് വന്നത്. കാട്ടുതീ കാരണം ആരെയും മണ്ടക്കോട്ട് കയറ്റി എടുത്തില്ല. ആൾക്കാരൊക്കെ വെയിറ്റിങ്ങില്ല. ഇരിക്കുന്നവരെല്ലാം മണ്ടക്കോട്ട് പോകാനാ. എന്തായാലും കയറ്റി വിടത്തില്ലെന്ന് പറഞ്ഞു. പോകുന്ന വഴിക്കല്ല, അവിടെ എല്ലാം തീ ഉണ്ടുകൊണ്ട് കയറ്റി വിടില്ലെന്ന് പറഞ്ഞു. അതെല്ലാം പോട്ടെ, എപ്പോൾ വന്നാലും മഞ്ഞെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്നവനെ ഇവിടെ. അജികേ മഞ്ഞാണല്ലോ അജികേ ഫുള്ള് നട്ടുച്ച. ഇവിടെ മഴ സമയത്ത് വന്നാൽ നല്ല ഇത് മഞ്ഞാന്ന് പറഞ്ഞു, അല്ലാതെ ഇവിടെ മഞ്ഞും കോപ്പൊന്നുമില്ല. ഈ തീ ഇനി കെട്ടാലേ ഇനി മണ്ടക്കെട്ട ആൾക്കാരെ വിടുകയുള്ളൂ. ആ വഴി പോകുന്ന വഴിയെല്ലാം തീയാണ്, സൈഡിലെല്ലാം പോച്ച. അതുകൊണ്ട് പോച്ചകളിലെല്ലാം തീ ആയതുകൊണ്ട് നമ്മളെ അങ്ങോട്ട് വിടില്ല. അപ്പോൾ നമ്മുടെ ഇനി അടുത്ത പ്ലാൻ വാഗമണ്ണ് പോകുന്നു, അതോ തിരിച്ച് വീട്ടിൽ പോകാനോ? തിരിച്ച് വീട്ടിൽ പോകാം. മാറി ഞങ്ങൾ തിരിച്ചു പോട്ടെ. അപ്പോൾ ഇല്ലിക്ക കല്ലിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്.
24 മണിക്കൂർ മഞ്ഞെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നു നേരെ തട്ടിച്ച വെയില്. യോ കയറിപ്പോക്കോ, തിരിച്ചു വരാനുള്ളേ. ആ ഇങ്ങോട്ടാ എന്താ ഇല്ലിക്കോ കൊല്ലിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അവിടെ മുട്ടം കാട്ടുതീയൊക്കെ ആയി, മുട്ട സീനാണ്. അതുകൊണ്ട് ആരെയും കയറ്റി വിടുന്നില്ല. നല്ല രീതിയിൽ ആൾക്കാർ പോകാൻ വേണ്ടി നിൽപ്പുണ്ട്. എന്ന് വെച്ചാൽ മണ്ടക്കോട്ടാണേലും വിടുന്നില്ല. നടക്കുന്ന വഴിയെല്ലാം തീ ആയിക്കൊണ്ട് ആരും കയറ്റി വിടുന്നില്ല. അതിൻ്റെ ഇടയിൽ അവനാണെങ്കിൽ മുന്നിൽ പോകുന്ന ആരെയാണെങ്കിൽ പറഞ്ഞാൽ എന്താ അറിയോ, ഇവിടെ വന്ന് കഴിഞ്ഞാൽ 24 മണിക്കൂറും ഭയങ്കര മഞ്ഞ ഭയങ്കര സീന, ഭയങ്കര പൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ നട്ടുച്ച വെയിലും സീൻ. എന്തായാലും പിന്നെ ഇവിടെ വന്നോട്ട് അവിടെ കുറേ പേര് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മളെല്ലാവരും അങ്ങോട്ട് പോയി കുറേ പേര് മിണ്ടി, ഇങ്ങോട്ട് വന്നും കുറേ പേര് മിണ്ടി. കുറേ പേരെ പരിചയപ്പെട്ടു, ഭയങ്കര അടിപൊളിയായിരുന്നു. ആ കാര്യത്തിൽ മാത്രമുണ്ട് സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ കുറേ പേര് എന്താ വീഡിയോ എടുക്കാമെന്നാണോ അങ്ങനെ കുറേ കാര്യമൊക്കെ ചോദിച്ച്. പെരുമ്പാവൂരുള്ളൊരു ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഭയങ്കര ചില്ലായിരുന്നു. അവരെല്ലാവരും എൻ്റെ ചാനൽ സബ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ച്. അവരെയൊക്കെ എന്നവരെയൊക്കെ നമ്മൾ അങ്ങോട്ട് കയറി പോയപ്പോൾ കണ്ട് പരിചയപ്പെട്ടവരാട്ടോ. കുറേ പേരെ പരിചയപ്പെട്ടു അവിടെ നിന്ന്. ആ കാര്യത്തിൽ ഇത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോകുന്ന വഴിക്കൊന്ന് പെട്രോൾ അടിക്കണം. ഇതൊക്കെ ഇനി തിരിച്ച് 2 മണിക്കൂർ യാത്ര, 2.5 മണിക്കൂർ യാത്രയുണ്ട്. നമ്മളിനിയും അവിടെ എത്തിയിട്ട് വേറെ കുറച്ച് പരിപാടിയുണ്ട്. എൻ്റെ ബൈക്കിന് എന്താ പറ്റുന്നുണ്ടല്ലോ, ചെയിന് ഞാൻ ഇന്നലെ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ശരിക്കും ഞാൻ ഇന്നലെ ടൈറ്റ് ചെയ്യാൻ കൊടുത്ത അവർ ഓവർ ടൈറ്റ് ആണോ ചെയ്തൊരു ഡൗട്ടുണ്ട്. എന്ന് വെച്ചാൽ ലോവർ ഗിയറിൽ പോയിട്ട് പോകുമ്പോൾ എന്നുവെച്ചാൽ സ്പീഡ് കുറച്ച് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഈ ഒരയുന്ന സൗണ്ട് ഭയങ്കര കൂടുതൽ. അപ്പോൾ ഗായ്സ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.